guys, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on the climax scene of Premalu movie and दोस्तों जो pre-climax scene था ओ भाई साहब गजब का सीन था एंड दैट्स रियली गोइंग टू मेक यू लाफ अ लॉट एंड बहुत ही एंटरटेनिंग टाइप ऑफ सीन था। आदि एंड आपको अमल का कैरेक्टर उसमें बहुत ज़्यादा अच्छा लगेगा एंड दोनों का एक्सप्रेशन भी देखने लायक था। तो लेट्स सी अभी क्लाइमेक्स में क्या देखने को मिलता है एंड रेनू का क्या होगा, रेनू को भी फीलिंग्स आया है या नहीं वो भी आगे ही पता चलेगा। सो बिफोर गोइंग टू स्टार्ट दिस वीडियो, अगर आप मेरे चैनल पर नए हैं देन जस्ट सब्सक्राइब कर लो, सब्सक्राइब एंड कीप सपोर्टिंग मी एंड ऑल्सो डोंट फॉरगेट टू क्लिक ऑन दैट बेल आइकन टू get notification of my upcoming videos. So let's get started the video. अभी इसको कुछ याद नहीं है उसको क्या क्या बोला था। Hi Damal. Hi बच्चों। कैरेक्टर बहुत ही फनी है, बहुत ही सिंपल टाइप का कैरेक्टर प्ले किया है। Still she is looking for Renu, I think. എത്ര നേരായി നിന്നെ വിളിച്ചോണ്ടിരിക്കുക, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഇവനാണ് വിളിച്ചിട്ട് കോൾ പോണില്ല. അത് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന കാരണം ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്ക. ഇവിടെ മുതലാ എടാ, ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ, ഒരു ജാക്കറ്റാ. റീനു, നീ ഗിഫ്റ്റ് ഒന്നും കൊടുക്കല്ലേ? അമ്മ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എടി എന്നാ ശരി, എന്നാ വാടാ പോവാം. എടാ ഞാൻ വന്നോട്ടെ. എന്നാ കേറണെങ്കിൽ വേഗം കേറുന്ന, സമയം പോയി. Why is she getting in the car? Amal, what's this? അതങ്ങേ അറിയണ്ട, മിണ്ടാട്ടിരി അവിടെ. സച്ചിന് അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പമ്പാവാസ പറാതിക്കുട്ടാ. സച്ചിൻ, അമൽ, അവന്മാരാണ് നമ്മുടെ ടാർഗറ്റ്. അവന്മാരുടെ രണ്ട് കൈ രണ്ട് കാലം തല്ലി പിടിച്ചേക്കും. കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട്, അവളെ ഒന്നും ചെയ്യണ്ട, അവക്കുള്ള ഞാൻ സെപ്പറേറ്റ് കൊടുത്തോളാം. മറ്റൊരുത്തരുണ്ടല്ലോ കണ്ടാച്ചൻ, അവനെ എനിക്കറിയില്ല. ഗ്യാപ്പായിട്ട് ഒരു കണ്ണൂത്തി പിടിച്ചേക്കും. വളമിട്ടിൽ നിർത്തി പെട്ടെന്ന് തന്നെ കുട്ടനും കയറി വരാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഇമാരോട് പറയായിരുന്നു തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നു. ഇല്ലടാ, ഔട്ടർ റിംഗ് റോഡ് കഴിയുമ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും അറിയില്ല. നമുക്ക് അവന്മാരെ അവിടെ വെച്ച് കൂട്ടാം. ശരി എടാ അമലെ, അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുകൂടി ഒന്ന് പറഞ്ഞടാ. എടാ, നിന്റെ കയ്യിലുള്ള ടിക്കറ്റ് കാണിച്ച് നീ ആദ്യം അകത്ത് കയറി, എന്നിട്ട് ലഗേജ് അവിടെ കൊടുക്ക്. അല്ല, ഏതോ പാസിന്റെ കാര്യം നീ പറയണ്ടായിരുന്നില്ല. എടാ, അത് ബോർഡിംഗ് പാസ്. നീ ലഗേജ് കൊടുക്കുമ്പോ അവര് നിനക്കത് തരും. അവിടെ നമ്മള് ബെൽറ്റ് ഊരി കൊടുക്കണമല്ലോ. അപ്പൊ എടാ, തത്തെ പഠിപ്പിക്കുന്ന പോലെ രാവിലെ തന്നെ കുത്തിരുത്തി പഠിപ്പിച്ചല്ലേ നിന്നാ? നീ എന്തോ മനസ്സിലായി. എന്റെ പാന്റ് കുറച്ച് ലൂസാണ്, അതാണ് ഈ ടെൻഷൻ. എടാ, ബെൽറ്റ് അവര് തിരിച്ചു തരും, അതൊരു സെക്യൂരിറ്റി ചെക്കാ. അതിനു മുമ്പ് ഇമിഗ്രേഷൻ ഉണ്ട്. എടത് 30,000 അടി മേളിൽ കൂടിയൊക്കെ പോണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അല്ല, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ? നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാർ സന്തോഷിക്കും. അല്ലെങ്കിലും എനിക്കെന്ത് സംഭവിച്ചാലും ആർക്കവിടെ പ്രശ്നം? എടാ, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏറ്റവും കുറവ് അപകടം ഈ കൊറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കേട്ട് മതി. ഒന്ന് അടങ്ങും മോനെ, നീ കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. ഒരു ചൂടം വന്നേക്കുന്നു. റീനു, നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ലാട്ടാ. അത് ഞാൻ കണ്ടതാ ബൈനോക്കുലറിൽ കൂടെ. നിന്റെ പ്രശ്നം എന്താ ഇപ്പോ? അയ്യോ, എനിക്കെന്ത് പ്രശ്നം? പരമസുഖം. ഒരു പണിയില്ല, വീട്ടിലും പോകാൻ പറ്റില്ല. ഇപ്പതേ കണ്ണി കണ്ട രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടാൻ പോവാണ്. ഹാപ്പി ലൈഫ്. ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നതിനാ പിന്നെ പോവാതിരുന്നൂടെ? അല്ലടി, ഞാൻ കുറെ നാൾ കൂടി TFC നിൽക്ക. അപ്പൊ ഇവന്റെ അമ്മ മനസ്സലിഞ്ഞ് എനിക്കത് എഴുത്തരും. നോ മാൻ, TFC എനിക്കുള്ളതാ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പോവണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നീ അവിടെ പോയി സർവൈവ് ചെയ്യില്ല സച്ചിനെ. എനിക്ക് പിന്നെ വേറെന്താ ഒരു ഓപ്ഷൻ ഉള്ളത്? അതുകൂടി പറ. ഗൈസ്, നിങ്ങൾ പാനിക് ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കൊറേ നേരമായിട്ട് ഒരു എൻഡവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഷോർട്ട് കട്ടും അവനും എടുക്കുന്നുണ്ട്. അത് ആദ്യയുടെ വണ്ടിയാണല്ലോ.
വണ്ടി എടുക്കുക. അവന് ഇന്നലത്തെ കണക്ക് തീർക്കാൻ വരുന്നതാണ്. വണ്ടി വിട്. ഇന്നലെ രാത്രി എന്താ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ല. സച്ചിനെ നീ ഇങ്ങനെ പാനിക് ആവില്ല, ഞാൻ ആദ്യോട് സംസാരിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞ് കരയിപ്പിച്ചു വിട്ടില്ല നീ അവനാ. വണ്ടി ഇറക്കണ. ഹലോ ആദി, എന്താ അവന്മാരിവിടെ കൊലവിളി നടത്തുവാ. നിങ്ങൾ ബഹളം വെക്കാതെ. അവനിതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എനിക്കറിയില്ല അതിനെ. ആണല്ലോ, നിനക്കാളോ കൂടുതൽ അറിയാവുന്നത്. സച്ചിനത്തെ ഒരുമാതിരി. പിന്നെ നീ എല്ലാടി പറഞ്ഞ ഈ പ്രാന്ത് നിന്റെ ബെസ്റ്റ് ആണ്. ആദ്യകുട്ട മോനെ ഒരു കൈ അടച്ചെന്നാ പറയുന്ന വടി കറക്കി ജസ്റ്റ് ഒന്ന് അകത്തിട്ടുടൻ ചോദിക്കുന്നു. വേണ്ട, അവന്മാര് പേടിക്കണം. കഴിഞ്ഞ് എന്റെ UK പോക്കൊക്കെ കഴിഞ്ഞ്. അവളുടെ വണ്ടി സൈഡായി കൊടുക്കണം. അവരെന്താന്ന് വെച്ചാ ചെയ്തിട്ടുണ്ട്. പ്ലീസ്, എന്തിനായേ? കുറച്ചു നേരം മതി. തമിഴോ എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ. നിന്റെ UK പോക്കൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അഥവാ മുടങ്ങിയ തന്നെ ഒരു പ്രശ്നമല്ല അത്. പ്രശ്നമല്ലാതാ. പിന്നെ നീ എനിക്ക് ചെലവിന്. ഞാൻ ചെലവിന് തന്നോളാം. വണ്ടി ഓടിക്കണം. നീ ഹൈദരാബാദ് വിട്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. കുറച്ചുനാൾ നീ ഇവിടുന്ന് മാറുന്നപ്പോഴേ എനിക്കത് മനസ്സിലായത്. നീ എന്ന് ചോദിച്ചില്ലേ നിന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെന്ന്? ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടാ. നീ ഇവിടുന്ന് പോയി ഞാൻ മിസ് ചെയ്യതൊക്കെ. എനിക്കത് മിസ് ചെയ്യാൻ താല്പര്യമില്ല. അയ്യോ, അതങ്ങോട്ട് മുഴുവൻ പറയടി. ശരിയാണ്, എന്റെ പാർട്ട്ണറെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾക്കൊക്കെ ഓപ്പോസിറ്റ് ആണ് നീ. പക്ഷെ ഒരു ഗട്ട് ഫീലിംഗ് ഞാൻ പറയാ, ഐ തിങ്ക് ഐ എം ഫോളോയിങ് ഫോർ യു. അങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. സച്ചിൻ, ഐ ലവ് യു. My voice expression. സോറി, അത് ഇന്നലെ ഞാൻ മദ്യലഹരിയില് എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ചേട്ടൻ ഇത് പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. ടോക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ല മോളെ, ഇനി ആക്ഷൻ ടൈം. അയ്യോ, അവളൊന്നും ചെയ്യില്ലേ? എന്നെ വേർക്കാൻ 100 റീസൺ ഉണ്ടല്ലേ നിനക്ക്, എങ്കിലത് 101ാമത്തെ റീസൺ. ആദ്യം ഇവനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലീസ്. സ്ത്രീകളെ തല്ലിന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുത്. യു നോ ഐ ആം മൈ സെൽഫ് എ ഫെമിനിസ്റ്റ്. പക്ഷെ വേണ്ടി വന്നാൽ നിന്നെ തല്ലിക്കൊല്ലാൻ ഞാൻ മടിക്കില്ല. മാറി ചേട്ടാ. ആദ്യകുട്ടാ തീർക്കോളെ. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അവൻ നിലം പരിശ. കൂളിംഗ് ഗ്ലാസ് ഊരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മോനെ? അതിമോനെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ആർക്കും ഡ്രൈവിംഗ് അറിയില്ല. സോറി, മോൻ ഓടിക്കാൻ പറ്റുമോ? समय यार पहले बोल देती तो ये जाता भी नहीं UK. എടാ ടൈമായി. നമ്മളെ ഇവിടെ ഒരുമിച്ച് പോയിട്ടുണ്ടടി.
ഓൾഡ് ഹൈദരാബാദ്, ന്യൂ ഹൈദരാബാദ്, പ്രസാദ് ഐമാക്സ്. എന്നിട്ട് ചാവാൻ പോണ നേരത്ത് മാത്രം തോന്നിയുള്ളൂ അല്ലോ നിനക്ക് ഐ ലവ് യു പറയാൻ. സച്ചിനെ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ നാക്ക് കൺട്രോൾ ചെയ്യാൻ. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തല്ലാത്തോണ്ട് അവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നല്ലാതെ എനിക്കത് മര്യാദക്കൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. നീ അത് ഒന്നുകൂടി പറഞ്ഞേ മര്യാദക്ക്. എനിക്കിത് വിശ്വസിക്കാലോ അല്ലേ? ഞാൻ ഇനി സിംഗിൾ അല്ലല്ലോ. അല്ല, മാത്രല്ല നമ്മൾ തൊട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലാണ്. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചെക്കന് സൗത്തിന്റെ മുഴുവൻ കിടന്ന് കറങ്ങേണ്ടി വരൂലായിരുന്നല്ല. ഫ്ലൈറ്റ് എത്തിച്ചല്ലേ മദീന. പോയിട്ട് വരാം. ശരിടാ. മതി, ചെല്ലി ലേറ്റ് ആവണ്ട. അങ്ങനല്ല, നീ കോളേജിലെ മറ്റേ എബിൻ ജോഷിക്ക് എന്ന് വീണത്. എടി അതാ പ്രായത്തിന്റെ അവൻ എന്റെ കെയറിങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ പോട്ടെ പുല്ലെന്ന് ഞാനും വിചാരിച്ചു. അല്ല ശരി, വാണറസ്റ്റ് നമ്മുടെ റീനുവിന് ഒരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുത്തേ. ഞാൻ ഈ ബിയർക്കാൻ താഴോട്ട് അറിയാൻ പോവാ. ഇതാരുടെ തലച്ചൊന്ന് വീഴുന്നോ അവനെ നീ കെട്ടും. കെട്ടണം. तो ये था प्रेमालू का क्लाइमेक्स सीन एंड व्हाट ए मूवी इट इज गाइस. फुल ऑन एंटरटेनमेंट एंड कॉमेडी से भरपूर है जो कि आपको बहुत ज़्यादा हंसाएगा. फ्रॉम स्टार्टिंग टिल द एंड ऑफ द मूवी यू आर गोइंग टू लाफ ए लॉट एंड बहुत ही अमेजिंग हिलेरियस वाला आपको कॉमेडी सुनने को मिलेगा. स्पेशली यहाँ जितने भी कैरेक्टर्स हैं ना, सारे कैरेक्टर्स ही आपको हंसाएंगे. लाइक मुझे सबसे अच्छा लगा आदि, जो कि कभी कभी गुस्सा होता था लेकिन उसका जो वे ऑफ डिलीवरिंग द डायलॉग्स था, उसका फेशियल एक्सप्रेशन बहुत ही फनी था. एंड यहाँ अमल का भी कैरेक्टर आपको अच्छा लगेगा. सचिन जो कि मेन कैरेक्टर है वो भी बहुत ही क्यूट था एंड बहुत ही फनी था. एंड रेनू सी वाज ऑल्सो अमेजिंग. उसकी फ्रेंड भी अच्छी थी. मतलब मुझे सारे कैरेक्टर्स बहुत ज़्यादा अच्छा लगा. एंड जिस तरह से क्लाइमेक्स को एंड किया गया ना वो भी बहुत ही अच्छा लगा. एंड फाइनली रेनू भी प्रपोज कर दी एंड थोड़ा सिचुएशन गड़बड़ था. स्टिल एयरपोर्ट में फिर से हो गया. एंड जिस तरह से आदि बदला लेने आया था गुंडों को लेके, ओ भाई साहब इट वाज रियली अमेजिंग सीन. एंड वही स्प्रे उसके ऊपर ही अप्लाई हो गया. एंड
अभी इसका पार्ट 2 भी आने वाला है जिसका अनाउंसमेंट हो चुका है. सो आई एम eagerly waiting for the part 2 also because part 1 is really awesome guys. I just loved it. What a plot guys. Each and every character going to impress you a lot. So मुझे तो ये मूवी बहुत ही अच्छा लगा. तो अगर आप लोग इस वीडियो को देख चुके हैं तो आप लोग कैसा लगा कमेंट बॉक्स में जरूर बताना. एंड चैनल पर नए हैं तो जल्द सब्सक्राइब कर लो एंड डोंट फॉरगेट लाइक एंड शेयर इस वीडियो. तो फ्रेंड्स फिर मुलाकात होगी और इस रिएक्शन वीडियो के साथ. तब तक बाय बाय.